ഇന്നത്തെ വീഡിയോ നമ്മൾ സൂക്ക് എന്നുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പം വിചാരിക്കാവുന്ന എന്തോ ആയിരിക്കും എന്നായിട്ട് അതിൽ ഒരു ലേഡീസിൻ്റെ ഒരു ഐറ്റമാണ് നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. പക്ഷേ ബാക്കറ്റ് എന്നെക്കാട്ടിയൊരു നല്ലത് വീഡിയോയിൽ കൊള്ളുമെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ലൊരു വലിയ ബാക്കറ്റ്. ഇത് സൂക്ക് എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. നമുക്ക് ജസ്റ്റ് ഇത് പൊട്ടിച്ചാൽ ഇതെന്തോ ലേഡീസ് ബാഗ് ഏതായിട്ടോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഹാൻഡിക്രാഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രൗഡ്ലി ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വെബ്സൈറ്റ്, പിന്നെ ഇവിടെ കുറച്ച് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് പൊട്ടിച്ച് നോക്കാം. പൊട്ടിക്കാനായിട്ട് ഇതിനൊപ്പം പിടിക്കും. അപ്പം നമുക്ക് ഈ ഒരു കപ്പ യൂസ് ചെയ്യാം. ഒരു വെറൈറ്റി ആയിരിക്കും ഇത് പൊട്ടിക്കാനായിട്ട്. പ്രോഡക്റ്റൊക്കെ പക്ഷേ രാവിലെ വന്നത് വീഡിയോ എടുക്കുന്ന ഇപ്പോഴാണ്. അത് സമയം ഇല്ലാത്ത വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ ജസ്റ്റ് ബില്ല് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ബില്ല് മാറ്റിയില്ല. ഇതാണ് ബാഗ്. എവരിയുടെ ടോട്ട് ബാഗ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഏതാണോ ഏത് ഇതിൽ പെടുന്നതാണോ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജസ്റ്റ് അതിൻ്റെ ഒരു ബാർകോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് പൊട്ടിക്കാം. അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ആണ്. പൊട്ടിക്കാൻ വേണമെങ്കിൽ ഇത് അതിൻ്റെ വലിയൊരു കവറാണ്. അത്യാവശ്യം നല്ല വലിയൊരു സൈസ്. അത്യാവശ്യം ഒരു വലിയ പാക്കാസ്. ഇത് ഹാൻഡിക്രാഫ്റ്റ് എന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡിസൈൻ നോക്കുമ്പോഴത്തേക്കാണ് നല്ല ഡിസൈൻ. അതായത് ഇത് എന്ത് ടൈപ്പ് ഡിസൈൻ ആയിട്ടായിരിക്കും വരുന്നത്? ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു മണ്ടേല അതിൻ്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. കൊള്ളാം, ഡിസൈൻ കൊള്ളാം, തടാകുമ്പോഴത്തേന്. പക്ഷെ ഇത് ഒരു സ്മെല്ലുണ്ട്. ഈ ഹാൻഡിക്രാഫ്റ്റ് മറ്റേ എന്തോ ഇല്ല, അതിൻ്റെയൊക്കെ ഒരു ചെറിയ സ്മെല്ല് അടിക്കുന്നുണ്ട് നമുക്ക്. പിന്നെ അതിൻ്റെ ലോഗോ എടുത്തിട്ടുണ്ട്. അത് കണക്ക് ഇതിൻ്റെ ബാക്ക് വശം നോക്കിയപ്പോഴത്തേക്കും എല്ലാം നല്ല ഇവിടെ ആയാലും നല്ല ഫിനിഷിംഗ് ആണ്. ഇവിടെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. കൊള്ളാം. നമ്മൾ നല്ല കട്ടിയുണ്ട്, പിടിക്കുമ്പോൾ നല്ല കട്ടിയുണ്ട്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. നമുക്ക് ഇതിനകത്ത് വല്ലതും ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ. ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതിനകത്ത്. പിന്നെ അതേ കണക്ക് ഇവിടെയും ചെറിയൊരു സിബുണ്ട് കാണാം. ഇവിടെയും ചെറിയ സിബുണ്ട്. പിന്നെ ഇതിൻ്റെ ഇത് അത്യാവശ്യം ഇതൊരു കട്ടിയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നത് വെള്ളം ഇപ്പം അകത്ത് കയറത്തില്ല എന്ന് കയറത്തില്ലായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു കട്ടിയുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇതിനകത്തും നമുക്ക് മറ്റേ ഫോണ് കോയിൻസ് അങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാം. പിന്നെ നമുക്കിൻ്റെ സിബിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ല സിബാണ്. കട്ടിയുള്ള ഒരു മെറ്റലാണ്. നല്ല കട്ടിയുള്ള നല്ല കട്ടിയുള്ള ഒരു സിബാന്ന് നോക്കിയാണ്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നമുക്ക് തൂക്കി നോക്കാം. നമ്മൾ തൂക്കിയാൽ എങ്ങനെയിരിക്കും? അപ്പം നമുക്കൊന്ന് തൂക്കി നോക്കാം. തൂക്കി നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇട്ടപ്പോൾ പോയാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നതിനകത്ത് പറയുന്നത് എനിക്ക് എല്ലാവരും നമുക്ക് ഇതൊക്കെ ഇട്ട് കുറച്ച് ബുക്കൊക്കെ ഇട്ട് സാധനമൊക്കെ ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് പോകാം. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ബുക്ക് ഇട്ട് നോക്കാം. നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇതൊക്കെ ഇട്ട് നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് നൈസായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എല്ലാം ശ്രദ്ധിക്കും. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബാഗ്. ജെൻസൊക്കെ ഇതൊക്കെ ധരിക്കുകയാണെങ്കിൽ നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് പോകുമ്പോഴത്തേക്ക് കൊള്ളാം. നല്ല അടിപൊളി. എന്ന് വെച്ചാൽ പുതിയ ബാഗ് അനുസരിച്ച് ബ്രാൻഡൊക്കെ ആയത് കൊള്ളാം. ഈ ബ്രാൻഡ് എന്തെങ്കിലും എടുത്ത് ശ്രദ്ധിക്കും. കൊള്ളാം. നമ്മൾ നൈസായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നിടയ്ക്ക് ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് ഡിസ്ക്രിപ്ഷനിൽ അടിയിൽ വെച്ചേക്കാം. ഓക്കെ.